ഇതാണ് ഞാൻ കാത്തിരുന്ന ഇന്നിങ്സ്. പറഞ്ഞത് സഞ്ജു തന്നെയാണ്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം മാൻ ഓഫ് ദി മാച്ച് അവാർഡ് സ്വീകരിച്ച ശേഷം സഞ്ജു പറഞ്ഞ വാക്കുകൾ. സഞ്ജു മാത്രമല്ല, സഞ്ജുവിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാവരും കാത്തിരുന്ന ഒരു ഇന്നിങ്സ് തന്നെയാണിത്. 2020-ൽ സെഞ്ചുറികൾ നേടിയിട്ടുള്ള താരമാണ് സഞ്ജു. എന്നാൽ അതിനേക്കാളുമൊക്കെ മുകളിൽ ഈ 97 റൺസ് നിൽക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? അത് ആ മത്സരത്തിന്റെ പ്രാധാന്യമാണ്, സഞ്ജുവിന്റെ സമയത്തിന്റെ പ്രാധാന്യമാണ്. നമുക്കറിയാം, 2020 ടീം പ്രഖ്യാപിക്കുമ്പോൾ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആയിരുന്ന സഞ്ജു പിന്നീട് 2-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആവുന്നു. ലോകകപ്പിൽ അഭിഷേകിന് പരിക്കേറ്റത് മൂലം കിട്ടുന്ന ചാൻസ് മികച്ചൊരു തുടക്കമിടുന്നു, പക്ഷേ അതൊരു വലിയ സ്കോർ ആക്കാനാകാതെ പോകുന്നു. വീണ്ടും ഒരു അവസരം കിട്ടുന്നു, പക്ഷേ അതും വലിയ സ്കോർ ആക്കാനാകാതെ മടങ്ങുന്നു. എന്നാൽ ഇന്നലെ ഇതിന്റെ എല്ലാം കേട് സഞ്ജു അങ്ങ് തീർത്തു. ക്വാർട്ടർ ഫൈനൽ മത്സരം എന്ന് തന്നെ പറയാം. സഞ്ജു ഒറ്റയ്ക്ക് നിന്നാണ് ഇന്ത്യയെ സെമിയിലേക്ക് കയറ്റിയത്. രണ്ടാമത്തെ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നോക്കുമ്പോൾ നമുക്ക് സഞ്ജുവിന്റെ ഇന്നിംഗ്സിന്റെ പ്രാധാന്യം മനസ്സിലാകും. 27 റൺസ് എടുത്ത തിലക് വർമ്മയാണ് ഇന്ത്യയുടെ അടുത്ത ടോപ്പ് സ്കോറർ. മത്സരത്തിൽ സഞ്ജു സാംസണും ടീം ഇന്ത്യയും നിരവധി റെക്കോർഡുകളാണ് ഇതിലൂടെ കുറിച്ചത്. അതിലെ ചില റെക്കോർഡുകൾ, ഞാൻ മനസ്സിലാക്കിയ ചില റെക്കോർഡുകളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന റൺ ചേസ് ആണ് ഇന്നലെ കണ്ടത്. ചേസ് ചെയ്യുമ്പോൾ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറും ഇന്നലെ സഞ്ജുവിലൂടെ പിറന്നു. സഞ്ജു മറികടന്നത് നമ്മുടെ ചേസ് മാസ്റ്റർ കിങ് കോഹ്ലിയാണ്. കോഹ്ലിയുടെ 82 റൺസാണ് സഞ്ജു മറികടന്ന് ഇന്നലെ 97 നേടിയിരുന്നു. ഇന്ത്യക്കാരന്റെ ഉയർന്ന രണ്ടാമത്തെ സ്കോർ ആണ് 2020 വേൾഡ് കപ്പിലേത് സഞ്ജു നേടിയത്. 1-ാം സ്ഥാനത്ത് റെയ്നയാണ്. റെയ്ന അന്ന് സെഞ്ചുറി നേടിയിരുന്നു. സഞ്ജുവിന്റെ 2020 വേൾഡ് കപ്പിലെ ആദ്യത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് ആണ് ഇന്നലെ ലഭിച്ചത്. 2020 വേൾഡ് കപ്പിൽ ഇന്ത്യ 6-ാമത്തെ തവണയാണ് സെമി ഫൈനലിലേക്ക് കടക്കുന്നത്. നേരത്തെ ഇംഗ്ലണ്ടും പാകിസ്ഥാനും 6 തവണ സെമിയിലേക്ക് കടന്നിട്ടുണ്ട്. 62 മത്സരങ്ങളിൽ നിന്ന് 100 ഫോറുകളും ഇതോടെ സഞ്ജു നേടിയിരിക്കുകയാണ്. അങ്ങനെ മികച്ച ഒരു ഇന്നിംഗ്സിലൂടെ സഞ്ജു തിരിച്ചുവരവ് ആഘോഷിച്ചിരിക്കുകയാണ്. ഇനി സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ കാണാം.